ഞാനിവിടെ കടുമാങ്ങ ഉപ്പിലിടാൻ പോവുകയാണ്. അതിന് ഇത് കടുക് പൊടിച്ചതും കാശ്മീരി മുളകാണ് മേടിച്ച്, മുളക് പൊടിയാണ്. പിന്നെ ഉപ്പൊക്കെ ഇട്ട് വെച്ചിരുന്നതാണ്, 5-6 ദിവസമായി. അതാണിത്, ഇങ്ങനെ ആയിട്ടുണ്ട്. കൈകൊണ്ട് തൊടാൻ പാടില്ല, തൊട്ടാൽ അത് കേടാവും. ഈ പരുവത്തിലായി. 5-6 ദിവസമായി ഉപ്പിലിട്ട് വെച്ച്. കൂടി പൊടിച്ച് ചേർത്തതാണ്. കടുകാണെങ്കിൽ അരിച്ചെടുക്കണം അരിപ്പയിൽ, അല്ലെങ്കിൽ ഈ കറുത്ത കളറുണ്ടാവും, ഇങ്ങനത്തെ കളറുണ്ടാവില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇനിയും ഉലുവയൊക്കെ ഇടാം, കുറച്ച് ലേശം ഉലുവയൊക്കെ ഇടാം. ഞാനിടുന്നില്ല. എന്നിട്ട് നമുക്കൊരു പാത്രത്തിലേക്കാക്കാം. ഒരു തവി നല്ല വൃത്തിയാക്കിയ പാത്രത്തിലേക്ക്, വെള്ളം തൊടാൻ പാടില്ല. ഇത് നമ്മൾ ആ ഉപ്പ് ഇട്ട് വെച്ചിരുന്ന കല്ലുപ്പാണ്, അത് ഇട്ട് വെച്ചിരുന്ന വെള്ളമാണിത്. ആ വെള്ളത്തിലാണ് കടുകും മുളകും ഒക്കെ ഇങ്ങനെ ആക്കുക. മാങ്ങയുടെ പാകത്തിന് തികന്ന് കിടക്കണം. വെള്ളം ഇല്ലെങ്കിൽ തണുത്ത വെള്ളം ചൂടാറിച്ച് ഒഴിക്കാം. പോരെ, മാങ്ങയുള്ളവർ ഇതുപോലെ ഇട്ട് നോക്കുക, അല്ലെങ്കിൽ ഇല്ലാത്തവർ വാങ്ങി ഇടുക. എണ്ണ ഒഴിക്കണം, ഇത് കേടാവാതിരിക്കാൻ. എന്നിട്ടൊരു നല്ലെണ്ണ ഒഴിച്ചിട്ട് നല്ലൊരു എന്തെങ്കിലും വെച്ച് അടയ്ക്കണം. നല്ലൊരു ശീല എടുത്തിട്ട് ഇങ്ങനെ ഇടണം. പൂക്കാതെ ഇരിക്കാൻ ഇത് നല്ലപോലെ അടിക്കുക. എന്നിട്ട് ഇതിൻ്റെ മീതെ കെട്ടുക. അല്ലാത്ത മാങ്ങയാണിത്, കടുക് മാങ്ങ. ഒരു കേടും ഇല്ലാതിരിക്കുന്നുണ്ട്.